ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ തുടർമാനമായി ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന സ്വർഗീയ നിക്ഷേപം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി തന്നെ ഈ ചുരുക്ക മിനിറ്റുകൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കും. ഈ ദൈവവചന ഭാഗങ്ങൾ വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു പ്രസംഗരൂപേണയല്ല, ഒരു സംസാരിക്കുക എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങൾക്കിത് കൈമാറുന്നത്. എന്നാൽ ഇതിനു മുമ്പിൽ നിങ്ങൾ സമയം ചിലവഴിക്കുമ്പോൾ ദയവായി ഈ ദൈവവചനങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും അതിനെ ധ്യാനിപ്പാനും കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് വീണ്ടും ദൈവവചനത്തിൽ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്ന ദൈവവചനത്തോട് അനുബന്ധിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദിമ സഭയിൽ അപ്പസ്തോലിക നടപടി പ്രകാരം ഉണ്ടായിരുന്ന ആദിമസഭയിൽ അന്ന് വിശ്വാസികൾ ഏകഹൃദയമുള്ളവരായിരുന്നു. അവരെല്ലാം പൊതുവകയെന്ന് എണ്ണി അവർ അവരുടെ നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായിരുന്നവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തലന്മാരെ കാൽക്കൽ വെച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നത്തേതിൽ ലോകവ്യാപകമായി അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഒരു അഗാപ്പെ അഥവാ ദൈവസ്നേഹം വെളിപ്പെട്ട ഇടങ്ങളിലെല്ലാം വിശ്വാസ സമൂഹങ്ങൾക്ക് അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവകയായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു കൂട്ടായ്മയിലുള്ള ഒരുവൻ പോലും മുട്ടുള്ളവനായി തുടരാതെ ആ കൂട്ടായ്മയിലുള്ള മറ്റുള്ളവർ അവരെ കൈത്താങ്ങിപ്പോന്നതായി നാം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അതുപോലെ ചരിത്രങ്ങളിലും കാണുന്നു. നമ്മൾ ഇന്ന് സമ്പന്നന്മാരോടുള്ള ദൈവത്തിൻ്റെ ദൂതെന്താണ്, അതാണ് ചിന്തിക്കുന്നത്. ഈ ലോകത്തിലെ ധനികന്മാരോടും ഔവണ്ണം തന്നെ സ്വർഗത്തിൽ സമ്പത്തുള്ളവരോടും ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് നമുക്ക് തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വരണം. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ ഒരു കൽപ്പനയായി ഈ ലോകത്തിലെ ധനവാന്മാരോട് കൽപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് ഓർപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിക്കുവാൻ, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെക്കുവാനും, നന്മ ചെയ്യുവാനും, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ഇതൊരു ആജ്ഞയായി പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിൻ്റെ കൂട്ടായ്മയിലും ആ കാലഘട്ടത്തിലുമുള്ള സഭകളിലെ ധനികന്മാരോട് ഓർപ്പിക്കുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: ഈ ലോകത്തിലെ ധനവാന്മാർ. എന്തുകൊണ്ടാണ് പൗലോസിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തുന്നത്? ഈ ലോകത്തിലെ ധനവാൻ. അപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ലാതെ മറ്റു ധനവാന്മാരുണ്ട്. അത് സ്വർഗത്തിൽ ധനവാന്മാരുണ്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് സ്വർഗത്തിൽ നിങ്ങൾ ധനവാന്മാരാകുക. ഇതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. നമുക്ക് ധനികന്മാരാകാം, നമുക്ക് സമ്പന്നരുമാകാം. ഈ 2 പദങ്ങൾ ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന് റിച്ച് പീപ്പിൾ, 2 വെൽത്തി പീപ്പിൾ. റിച്ച് പീപ്പിൾ എന്ന് പറയുന്നത്, ധനവാന്മാരെന്ന് പറയുന്നത്
ലോകത്തെ സംബന്ധിച്ചാണ് മിക്കവാറും ഇടങ്ങളിൽ വിവക്ഷിക്കുന്നത്. സമ്പന്നരെന്നുള്ള പദം, വെൽത്തി പീപ്പിൾ, അത് സ്വർഗീയമായതിനെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. ഒരു വശത്ത് റിച്ച് പീപ്പിൾ, ധനവാന്മാർ, മറുവശത്ത് വെൽത്തി പീപ്പിൾ, സമ്പന്നർ. അപ്പം ധനവാന്മാരോട് സമ്പന്നന്മാരാകുവാൻ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുക. ഇതാണ് ഇവിടുത്തെ വിവക്ഷ. ലോകത്തിൽ സമ്പന്നന്മാരല്ലുള്ളത്, ധനികന്മാരാണ്. അവർ അവരുടെ ധനത്തെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ട് അവർ സമ്പന്നന്മാരാകണം. ഉയരത്തിൽ റിച്ച് പീപ്പിൾ ആൻഡ് വെൽത്തി പീപ്പിൾ. ഈ വിവക്ഷയാണ് നമ്മളിവിടെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ കാണുന്നത്. ഇവിടെ ഇപ്രകാരം പറഞ്ഞ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഒന്ന്, ഉന്നത ഭാവം കൂടാതെ ഇരിക്കുക. മലയാളത്തിൽ അങ്ങനെയാണ്, ഉന്നത ഭാവം കൂടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളെപ്പോലെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരുടെ മുൻപിൽ അങ്ങനെയുള്ളവരെക്കാൾ വ്യത്യസ്തരാണെന്നോ ഉയർച്ചയുള്ളവരാണെന്നോ ഒരിക്കലും കരുതരുത്. മറിച്ച് നിശ്ചയമില്ലാത്ത ഈ ധനത്തിൽ ആശ വെക്കാതെ ദൈവത്തിൽ ആശ വെക്കുക. അവിടെ ഈ ദൈവത്തിൽ ആശ വെക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ കരത്തിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് ധാരാളമായി അനുഭവിക്കാൻ കഴിയത്തില്ല. കാരണം അത് കുറഞ്ഞു പോകും. ഒരു ധനികൻ പോലും തൻ്റെ സമ്പത്തിനെ ധാരാളം അനുഭവിക്കാറില്ല. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ വെക്കണം. ഈ വചനം വളരെ ശ്രദ്ധേയമാണ്. പലർക്കും ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ദൈവം സമ്പത്ത് നൽകാത്ത ദൈവമാണെന്നാണ്. മറ്റു ചിലർ ധരിക്കുന്നത് ദൈവം സമ്പന്നന്മാർക്കെതിരാണെന്നാണ്. ദൈവം ഒരിക്കലും നമ്മൾ സമ്പന്നരാകുന്നതിൽ എതിരല്ല, ദൈവവചനവും എതിരല്ല. നാം സമ്പന്നരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം നിങ്ങൾ സമ്പന്നരാകണമെന്നാണ്. അത് എല്ലാ വിധത്തിലും നിങ്ങൾ സമ്പന്നരാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നു. കേവലം സാമ്പത്തിക വിഷയങ്ങൾ മാത്രമല്ല, ഭൗതിക വിഷയങ്ങൾ മാത്രമല്ല, ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും മാനസികമായും ആരോഗ്യപരമായി സകലത്തിലും ഒരു ദൈവ പൈതൽ സമ്പന്നത അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, സമ്പത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ധനവുമുണ്ട് സമ്പത്തുമുണ്ട്. ധനം എങ്ങനെയാണ് സമ്പത്താകുന്നത്? ധനം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ലോകപരമായത്. ഒരുവൻ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നത്, ഒരുവൻ തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും തൻ്റേത് മാത്രമാണെന്നും ചിന്തിക്കുന്നതിൻ്റെ പേരാ ധനം. എന്നാൽ സമ്പത്ത് അങ്ങനെയല്ല. സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കേണ്ടതിന്, അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കേണ്ടതിന്, ദാനശീലരാകേണ്ടതിന്, നമ്മുടെ ജനറോസിറ്റി, ഉദാരത വെളിപ്പെടുത്തേണ്ടതിനൊക്കെ ദൈവം നമ്മുടെ കാര്യത്തിൽ തന്നിരിക്കുന്നതാണ് സമ്പത്ത്. ഇപ്പോൾ ധനികർ സമ്പന്നർ എന്നുള്ള വാക്കിൻ്റെ ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. വാസ്തവത്തിൽ ദൈവം നമുക്ക് തരുന്ന സമ്പത്ത് അതൊരു കാര്യവിചാരകത്വത്തിൻ്റെ മനോഭാവത്തോടെ നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ കാര്യത്തിൽ ദൈവം തരുന്ന സമ്പത്തിനെ
അത് കാര്യവിചാരകത്വത്തിൻ്റെ മനോഭാവത്തോടെ നാം കൈകാര്യം ചെയ്യുവാനാണ് ദൈവം ഓർപ്പിക്കുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നിൻ്റെ ഉടമസ്ഥത ഒരു മനുഷ്യനുമില്ല. നാം എല്ലാം കാര്യവിചാരകന്മാരാണ്. നമുക്ക് ഉടമസ്ഥതയുള്ള ഒന്നും തന്നെ ഭൂമിയിലില്ല. അതെല്ലാം ദൈവത്തിൻ്റെതാണ്. അത് ദൈവത്തിൻ്റെതായതുകൊണ്ട് നമ്മുടെ കരത്തിൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുക. അതിനെ നാം കൈകാര്യം ചെയ്യുമ്പോൾ അത് എത്തേണ്ടുന്ന ഇടങ്ങളിൽ ആർക്കൊക്കെ വേണ്ടി ദൈവം നമ്മുടെ കരത്തിൽ തന്നിരിക്കുന്നോ അവിടെ അത് എത്തേണ്ടതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ കരത്തിൽ ദൈവം ചിലത് ഏൽപ്പിക്കുമ്പോൾ നാം ചിലർക്കത് പങ്കിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം ചിലരെ കൂടെ ദൈവം ആക്കിയിട്ടുണ്ട്. അവരെ കണ്ടെത്തുകയും അവർക്കത് പങ്കിട്ട് കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊരു കാര്യവിചാരകത്വത്തിൻ്റെ മനോഭാവത്തോടെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുവാനും നമ്മുടെ അടുക്കൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മിലൂടെ അതിനായി നൽകപ്പെടുന്നതാണ് സമ്പത്ത്. നമ്മുടെ അടുക്കൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെടണം. എന്താ ഈ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അവർ തൃപ്തിയോടെ, സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി മാറിയവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകുന്നു. അപ്പൊ എൻ്റെ നിങ്ങളെ അടുക്കൽ വരുന്ന ഏവരും ആശ്വസിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ദ്രവ്യാഗ്രഹത്തെ ബൈബിൾ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരുവൻ സമ്പന്നനാകുന്നതിനെ അനുകൂലിക്കുന്ന ദൈവം, ധനികന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ദൈവം ദ്രവ്യാഗ്രഹത്തെ എതിർക്കുകയും ചെയ്യുന്നു. എന്താ ദ്രവ്യാഗ്രഹം? മറ്റുള്ളവരെക്കാൾ ഭൂമിയിൽ ധനികനാകണമെന്ന് ആഗ്രഹിക്കുക. അതൊരു മത്സരമാണ്. സാമ്പത്തികമായി മറ്റുള്ളവരെക്കാൾ ഞാൻ മുൻപന്തിയിൽ നിൽക്കുക. ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് എതിർക്കുന്നു ദ്രവ്യാഗ്രഹത്തെ. ബൈബിൾ അതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും വേരാണ്. അത് കാംക്ഷിച്ചിട്ട് അനേകർ വിശ്വാസം വിട്ട് ഉഴന്നുപോയി. അപ്പൊ പൗലോസിന്റെ കാലഘട്ടത്തിലും അന്നു മുതൽ ഇന്ന് വരെയും ദ്രവ്യത്തിന് പുറകെ ഓടുന്നവരുണ്ട്. അതുകൊണ്ട് സ്വർഗീയ നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ ഈ ലോകത്തിലെ കെട്ടുറപ്പിന് പ്രാധാന്യം നൽകുന്നവരെ ദ്രവ്യാഗ്രഹികളെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, സ്വർഗീയ നിക്ഷേപങ്ങളെക്കാൾ, നിത്യജീവങ്കലെ ആ വിളവിനേക്കാൾ, ഈ ലോക ജീവിതം കൊണ്ട് ഉയരത്തിൽ അഥവാ വരാനിരിക്കുന്ന ഒരു ജീവിതത്തിൽ അടിസ്ഥാനമിടുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ഈ സമൂഹത്തിലുള്ള ഭദ്രതയും ഇന്നത്തെ ഈ സമൂഹത്തിലുള്ള ബഹുമാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദ്രവ്യാഗ്രഹി എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം തിമോഥെയോസിനോട് ഓർപ്പിക്കുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെക്കുവാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ എന്താ ഇനി സമ്പത്തുള്ളവര് ആകേണ്ടതിന് എന്താണ് ധനികന്മാർ ചെയ്യേണ്ടത്? ഇവിടെയാണ് ഒരു ക്രിസ്ത്യൻ സ്റ്റുവാർഡ്ഷിപ്പ്, ക്രിസ്തീയ കാര്യവിചാരകത്വം പരാമർശിക്കപ്പെടുന്നത്. നമ്മുടെ താലന്തുകളും നമുക്ക് ലഭിച്ച അനുഗ്രഹമെന്ന് നാം വിശേഷിപ്പിക്കുന്നതെല്ലാം
മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ അനുഗ്രഹം മറ്റു ചിലരെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കാര്യ വിചാരകത്വത്തിൻ്റെ മാത്രമാണ്. സ്വർഗീയ നിക്ഷേപങ്ങളെ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവർ, അതിനായി പ്രയത്നിക്കുന്നവരാകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിക്ഷേപം. ഇവിടെ വീണ്ടും തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നു, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി അത് കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും നീ ഒഴിഞ്ഞു നിൽക്കണം. ആ ജ്ഞാനം സ്വീകരിച്ച് ചിലർ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ ഉപദേശിക്കുന്നു, തനിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. കാരണം ലോകത്തെ ജ്ഞാനമെന്ന് പറയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ തിരുവചന ഭാഗങ്ങൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാര്യത്തിലുള്ള ധനം അത് മറ്റുള്ളവർക്ക് നൽകേണ്ടതാണെന്നും ആവശ്യങ്ങളിലിരിക്കുന്നവരെ സഹായിക്കേണ്ടതാണെന്നും നമ്മളതിൻ്റെ ഗൃഹവിചാരകന്മാർ മാത്രമാണെന്നും ഒക്കെ കേട്ടാൽ ഒരുപക്ഷെ അത് ജ്ഞാനമായി ആളുകൾക്ക് തോന്നിയെന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മോട് പറയുന്നു, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവന് ദൈവം നൽകിയിരിക്കുന്നത് ഗൃഹവിചാരകത്വം മാത്രമാണ്, ഉടമസ്ഥതയല്ല. ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. സമ്പന്നത, അഭിവൃദ്ധി, വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി, ഈ രണ്ട് കാര്യവും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹത്തിൽപ്പെട്ടതാണ് സമ്പന്നത, ദൈവാനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഉയർച്ച അഥവാ അഭിവൃദ്ധി. പഴയ നിയമത്തിൽ സങ്കീർത്തന ഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു, യഹോവയായ ദൈവം അഭിവൃദ്ധിയുടെ ദൈവമാണ്. തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു ദൈവ പൈതലോ ഒരു ദൈവിക ശുശ്രൂഷകനോ ആകട്ടെ, നിരന്തരമായി ദൈവത്തെ സേവിക്കുന്ന ഒരുവൻ സമ്പന്നനായി തീരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമ്പന്നത ഭൂമിയിൽ മാത്രമല്ല, ഉയരത്തിലും. നാം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രത്നചുരുക്കം ഇതാണ്: എല്ലാവരും സമ്പന്നരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും. അതുകൊണ്ട് ഭൂമിയിലെ ധനത്തെ സ്വർഗീയ സമ്പന്നതയാക്കി മാറ്റേണ്ടതിന് നാം ഉദാരമതികളാകും. ഈ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിനായിട്ടും അല്ലെ ആ സ്ഥാപന വ്യാപ്തിക്കായിട്ടും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ടും നാം ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന കാര്യവിചാരകത്വമാണ് സമ്പത്തെന്ന് ആ ഒരു തിരിച്ചറിവ്, അതൊരു സ്വർഗീയ വെളിപ്പാടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ദ്രവ്യാഗ്രഹികളെ സ്കോൾഡ് ചെയ്യുന്നുണ്ട്, അവരെ വഴക്ക് പറയുന്നു. കാരണം കർത്താവ് പറഞ്ഞ സമ്പത്തിനെ കുറിച്ചുള്ള ചില മനോഭാവങ്ങൾ ഇതൊക്കെയും കേട്ടിട്ട് ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ യേശുവിനെ പരിഹസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ തന്നെ മനുഷ്യന്റെ മുമ്പാകെ ഉയർത്തുന്നവരാകും, ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. കർത്താവ് അവിടെ ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ മുമ്പിൽ അഥവാ ദൃഷ്ടിയിൽ ഉന്നതമായതെല്ലാം ദൈവത്തിന് മുമ്പിൽ അറപ്പത്രേ. എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്?
ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ സമ്പത്തിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഓർപ്പിക്കുമ്പോൾ അവിടെ ഒരു ധനവാനെയും ലാസറിനെയും കുറിച്ച് പറയുന്നു. അവൻ ധനികനായിരുന്നു, അവന്റെ പേരെഴുതപ്പെട്ടിട്ടില്ല. അവനൊരു പക്ഷേ ഉന്നത കുലജാതനായിരിക്കാം, സാമ്പത്തികമായി ഉയർന്നവനായിരിക്കാം. പക്ഷെ ലാസർ അങ്ങനെയല്ല. രണ്ട് വ്യക്തികളെ അവിടെ കർത്താവ് കാണിക്കുക. ഇതൊരു സംഭവ കഥ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 70-ൽ പരം ഉപമകളും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളും അതിലൊക്കെ ഇതൊരു സംഭവ കഥയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതൊരു സംഭവ കഥയാണെന്ന് പറയാനുള്ളതിൻ്റെ താല്പര്യം, യേശു പറഞ്ഞ ഒരു ഉപമകളിൽ പോലും ഒരു വ്യക്തിയുടെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഈ ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം പറയുമ്പോൾ യേശു അവിടെ ലാസർ എന്നുള്ള പേര് പ്രത്യേകമായി ഉപയോഗിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കർത്താവ് ഒരു സംഭവകഥയായി പറയുന്നു. ഇവിടെ ധനവാൻ ചെയ്ത തെറ്റെന്താണ്? സമ്പത്തിൻ്റെ വഞ്ചന, അല്ലെ ധനത്തിൻ്റെ വഞ്ചന, അത് അവനിൽ വ്യാപരിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അബ്രഹാം പിതാവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു. ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അതിനൊത്തവണ്ണം തിന്മയും പ്രാപിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ വിവക്ഷയെന്നറിയാമോ? മകനെ, നിന്റെ ആയുസ്സിൽ ലാസറിന് വേണ്ടി കൂടെ ദൈവം നിന്റെ കരത്തിൽ തന്ന ആ നന്മ നീ തനിയെ അനുഭവിച്ചു. അതുകൊണ്ട് ലാസർ തിന്മ അനുഭവിച്ചു. ഇപ്പോൾ പറുദീസയിൽ ലാസർ സ്വസ്ഥതയും സൗഖ്യം അനുഭവിക്കും. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനോട് ഓർപ്പിക്കുന്നത്. വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മോടൊരിക്കലും നമ്മുടെ ഉടയവൻ പറയുവാനിടയാകരുത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നിന്റെ കരത്തിൽ ഞാൻ തന്നത് നീ തനിയെ അനുഭവിച്ചു, അത് നീ മറ്റുള്ളവർക്ക് നൽകിയില്ല, അതുകൊണ്ട് അവർ തിന്മ അനുഭവിച്ചു. ഇങ്ങനെ ഒരു പദം ഒരിക്കലും കർത്താവിങ്കിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരിക്കൽ ദൈവസന്നിധാനത്തിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രതിഫലം അളന്ന് തരുന്ന കർത്താവിൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നമുക്ക് ചിന്തിക്കാം, ആദിമസഭ ചെയ്തതുപോലെ, വിശുദ്ധന്മാർ ചെയ്തതുപോലെ, അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ, നമ്മുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ നാം സകലതിൻ്റെയും കാര്യവിചാരകരാണെന്നും ഒന്നിൻ്റെയും ഉടമസ്ഥല്ലെന്നും ഒരു സ്വർഗീയ പ്രതിഫലത്തിനായി, ഒരു വിളവിനായി ദൈവം നമ്മെ ഒരുക്കുന്നത് കൊണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ നല്ല ഗൃഹവിചാരകത്വമുള്ളവരാകുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് വീണ്ടും ജനത്താൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഒന്നും ഞങ്ങളുടേതല്ലെന്നും സകലതും അങ്ങയുടേതാണെന്നും അങ്ങ് ആഗ്രഹിക്കുകയും ഞങ്ങളുടെ അടുക്കൽ അയക്കുകയും ചെയ്യുന്നവർക്ക് പകർന്നു കൊടുക്കാനുള്ളതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അതിനൊത്തവണ്ണം ആ സ്വർഗീയമായ നിക്ഷേപത്തെ ഉയരത്തിൽ ശേഖരിപ്പാൻ തക്കവണ്ണം ബുദ്ധിയുള്ളവരാക്കി ഞങ്ങളെ തീർക്കുവാൻ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനായി അവിടുത്തെ ആത്മാവും വചനവും ഞങ്ങളെ ഉണർത്തേണ്ടതിനും ഉത്സാഹഭരിതരാക്കേണ്ടതിനും ദൈവകൃപയെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.